വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് നൽകി. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി തീർന്നപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറിയിട്ടുണ്ട്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. ഇവർ ചെയ്തൊരു വിഡ്ഢിത്തമായിരുന്നു രാജ്യത്തിന്റെ അടിമത്വത്തിന് കാരണമായത്. രാജാധികാരം ഉപേക്ഷിക്കാതെ ആയുധങ്ങളെ ഉപേക്ഷിക്കുവാനും സൈന്യത്തെ പിരിച്ചുവിടുവാനും തയ്യാറായി. സൈന്യമില്ലാത്ത രാജ്യം, ആയുധങ്ങളില്ലാത്ത രാജ്യം, ഒരു കർണം തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന രാജ്യം. പേനിനെ കൊന്നു എന്നതുകൊണ്ട് ഒരു സ്ത്രീയുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി പേനിന് ക്ഷേത്രമുണ്ടാക്കിയ ബുദ്ധന്മാരുടെ നാട്ടിലേക്കാണ് ഗസ്തിമാരും ഗോറിമാരും ഖിൽജിമാരും തകർന്നടിഞ്ഞ് കയറിയത്. വളരെ എളുപ്പത്തിൽ അവരെ ഇല്ലാതാക്കുവാനും ആ ദുർബല ജനവിഭാഗത്തെ തലയെരിഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാമികവൽക്കരിക്കുവാനും അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഔറംഗസീബിന്റെ ഒരു വിദ്യയും വീരശിവാജിക്കരികിൽ നടന്നിട്ടില്ല. അക്ബർ ഒരുപാട് പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നമ്പറുകളും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ റാണാ പ്രതാപന്റെ മുന്നിൽ നടന്നിട്ടില്ല. ഗസ്നിക്ക് മുന്നിൽ പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു, അലക്സാണ്ടർക്ക് മുന്നിൽ ഒരു വീരപുരുഷോത്തമൻ ഉണ്ടായിരുന്നു. എപ്പോഴെല്ലാം ഈ ധർമ്മത്തിനെതിരെ ആയുധങ്ങളുമായിട്ട് ആരെല്ലാം വന്നുവോ അപ്പോഴെല്ലാം ഹിന്ദുക്കളിൽ നിന്ന് വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ മണ്ണാണിത്. Капитан Блан, правда назад, черный каскад. Вижу твой взгляд, степь многояд. Мог тебя взять, но ты не моя.